പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് പോകുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കിയിരിക്കുകയാണ് ദേവബാല. പക്ഷേ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയും ചെയ്യുകയാണ് ദേവരാജൻ. ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇഫയുടെ വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് റാം മോഹൻ. ഇതിന്റെ ഭാഗമായി റാം മോഹൻ ചെന്ന് കണ്ടിരിക്കുകയാണ് രാഹുലിനെ. രാഹുലിനോട് കാര്യങ്ങൾ സംസാരിക്കുന്ന റാം മോഹൻ ഇനി എൻ്റെ സ്വത്തുക്കളും മറ്റു കാര്യങ്ങളുമെല്ലാം നീയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയുകയും മറ്റ് എല്ലാ കാര്യവും കൈമാറാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിൽ ആയിരിക്കുകയാണ് രാഹുൽ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ എനിക്ക് കാര്യങ്ങൾ വരുതിയിലാക്കാൻ സാധിക്കും. സ്വത്തുകളും മറ്റു കാര്യവുമെല്ലാം തൻ്റെ കൈപ്പിടിയിലായി കഴിഞ്ഞാൽ പിന്നെ വളരെ നിഷ്പ്രയാസം എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. പക്ഷേ തൻ്റെ കള്ളത്തരം പുറത്തു വരാതെ വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. ഇതിൻ്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഇഷ രാഹുലിനോട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് കേട്ടതിനെ തുടർന്നാണ് രാഹുൽ തൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുന്നത്. നീ മറ്റൊരുത്തിൻ്റെ കൂടെ കിടന്നതെല്ലാം എനിക്ക് വ്യക്തമായി അറിയാം. നിന്റെ അച്ഛൻ നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. നിന്നെ പോലെയുള്ള ഒരു ഭാരമെൻ്റെ തലയിൽ ഏറ്റുന്നതിൻ്റെ ഭാഗമായാണ് ഞാൻ മറ്റൊരു കാര്യം നിന്നോട് ചോദിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. എനിക്ക് നിന്റെ സ്വത്തുകൾ വേണം. എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഒരിക്കലും അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന രാഹുൽ, നിന്റെ സ്വത്തുകൾ കണ്ടിട്ട് തന്നെയാണ് നിന്നെ പോലെ ഒരു രണ്ടാം കിട ചരക്കിനെ എടുത്ത് ഞാൻ എൻ്റെ തലയിൽ വെച്ചത്. അല്ലാതെ നിന്നോടുള്ള പ്രണയം മൂത്തതുകൊണ്ടൊന്നുമല്ല. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ. മാത്രവുമല്ല, ഇഷ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് നിന്റെ കരച്ചിലും അഭിനയവുമൊന്നും കാണാനല്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് പോലെ അടങ്ങി ഒതുങ്ങി നീ ജീവിച്ചോണം. നീ കമ്പനിയിലേക്കൊന്നും ഇനി പോകേണ്ടതില്ല. നിന്റെ കമ്പനി ഭരണമൊക്കെ അവസാനിപ്പിച്ചേക്ക്. ഇനി കാര്യങ്ങൾ ഞാനാണ് നോക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം. പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം. ഇല്ലെങ്കിൽ നീ അതിനുള്ളതെല്ലാം അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ഇഷ പ്രതികരിക്കാൻ തയ്യാറാകുന്നുവെങ്കിലും മുഖത്തടിച്ചിരിക്കുകയാണ് രാഹുൽ. ഈ കാര്യമെല്ലാം നിന്റെ അച്ഛൻ അറിയുകയാണ് എങ്കിൽ നിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരും. അല്ലെങ്കിൽ അയാളെ ഞാൻ തന്നെ കൊല്ലും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നീയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഞാൻ എൻ്റെ തീരുമാനം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് നീ പോവുക തന്നെ വേണം. അതുമാത്രമാണ് നിന്റെ മുൻപിലുള്ള വഴി എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇഷ. തൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും ഇതേ തുടർന്ന് ഇഷ തിരിച്ചറിയുകയായി.
ഇതോടെ ഇഷ ഒടുവിൽ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ അച്ഛനിൽ നിന്ന് മറച്ചു വെച്ച് നല്ലൊരു ജീവിതമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കാര്യം വിശ്വസിക്കുന്ന റാം മോഹൻ ഇതേ തുടർന്ന് രാജിയെ ചെന്ന് കാണുകയും തൻ്റെ മകൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നല്ലൊരു ജീവിതമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ അവളുടെ നല്ല ഭാവി മാത്രമാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഉണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് നിന്നുപോയിരിക്കുകയാണ് ഇഷ. ഇതേ സമയം ഇഷയുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി മുന്നിലേക്ക് വരികയാണ് അഭിഷേക്. പക്ഷേ അഭിഷേകിന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടാണ് രാഹുൽ ഈഷയെ ഞാൻ നരകിപ്പിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് അഭിഷേക് ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.